ഇവിടെ ഞാനൊരു കാര്യം രേണുകയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ AKG സെന്ററിൽ ഇരിക്കുന്ന MP നികേഷ് കുമാറും പിരിയാരി എണ്ണിയപ്പോൾ പിരിപോയ P സരിനും ചേർന്ന അണിയിച്ചൊരുക്കുന്ന തിരക്കഥകളും നുണക്കഥകളും ഒക്കെ കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം, ഇല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും ചർച്ച ചെയ്യണമെന്ന് ഒരു സമീപനം സ്വീകരിച്ചാൽ അത് ശരിയാവില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇന്നലെ വീണ ജോർജ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ കപ്പിത്താന്റെ കൂട്ടാളികളും ഒക്കെ മുങ്ങിപ്പോവാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ പെരുവഴിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നികേഷ് കുമാറും ഈ P സരിനും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശരി, ഈ P സരിനും നികേഷ് കുമാറും ഒക്കെ ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറയാനാണ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ രേണുകയുടെ ശ്രദ്ധ ഇന്നലെ മുതലുള്ള സാഹചര്യത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അതായത് ഇന്നലെ 3 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരവുമായി KSU ജില്ലാ പ്രസിഡന്റ് അതിലും 4ഓളം സഹപ്രവർത്തകരും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ആ ദൃശ്യങ്ങൾ പലകൂടി നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും ശരി, അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. കരിങ്കൊടി പ്രതിഷേധമാണ്. ബഹുമാനപ്പെട്ട ഹരീഷ് വാസുദേവൻ ഇവർ പറഞ്ഞു കൊടികെട്ടി കമ്പുമായാണ് വന്നതെന്ന്. അങ്ങനെ ഒരു കമ്പ് പോലും അത്തരത്തിൽ ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നില്ല. കരിങ്കൊടിയുമായി ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതല്ലാതെ 4 KSU പ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നത്. 4 KSU പ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ 40ഓളം പോലീസുകാർ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കറുത്ത വസ്ത്രം ധരിച്ച ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഗഡ്മാനും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് സുരക്ഷ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടു പിന്നാലെ കേരളത്തിലുടനീളം വലിയ രീതിയിൽ അക്രമ പരമ്പര അഴിച്ചുവിട്ടതിനെ പറ്റി കൂടി രേണുക ചർച്ച ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തൊട്ടു പിന്നാലെ നമ്മൾ എന്താ കണ്ടത്? ഇവർ പറഞ്ഞ വാദങ്ങളെല്ലാം KSU ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് പ്രതിരോധിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നുണക്കഥകൾ പൊളിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോ, അവർ മികച്ച അഭിനേത്രിയാണ്, ആരോഗ്യമന്ത്രിക്ക് അപ്പുറം മികച്ച അഭിനയമന്ത്രിയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ, ഇവിടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ശ്രീ ജയരാജന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഷ്വലുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വിഷ്വൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹം റെഡ് മാർക്കറ്റ് ഒക്കെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് മണിക്കൂറുകൾക്കകം ആ വിഷ്വലുകളുടെ ആധികാരികത എത്രത്തോളമാണെന്നും ആ വിഷ്വലുകളുടെ അടിസ്ഥാനം എത്രത്തോളമാണെന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും CPM-ന് പണിവാളുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രേണുക. ഇന്നലെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അതിനപ്പുറത്തേക്ക് ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ പ്രതിഷേധം എത്തിയില്ല എന്ന് മാത്രമല്ല, ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് കരിങ്കൊടിയുടെ നൂല് പോലും എത്തിയില്ല എന്നുള്ളത് രേണുക മനസ്സിലാക്കേണ്ട ഒരു